ഹലോ കുട്ടികളെ. എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ പാഠത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് കടക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൻ്റെ ഹെഡിങ് എന്താണ്? എ സേഫ് പ്ലേസ്. എ സേഫ് പ്ലേസ്, അതായത് നല്ല സേഫായിട്ടുള്ള ഒരു സ്ഥലം. സേഫ് എന്ന് പറയുമ്പോൾ എന്താണ്? സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം. ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. There was a huge wall around it. There was a huge wall around it. He found a loose brick in the wall. He found a loose brick in the wall. This is a safe place to hide my coin, he said to himself. This is a safe place to hide my coin, he said to himself. The farmer put his hand in his pocket and felt the coin. The farmer put his hand in his pocket and felt the coin. He tiptoed towards the wall and took the brick out. He tiptoed towards the wall and took the brick out. He tiptoed towards the wall and took the brick out. Carefully, he kept the gold coin in the gap and placed the brick back. Carefully, he kept the gold coin in the gap and placed the brick back. Be safe here, my dear coin. Be safe here, my dear coin. You are my life. You are my life. He whispered. He whispered. He walked home happily. He walked home happily. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് വായിച്ചു തന്നു, നിങ്ങളൊക്കെ എൻ്റെ കൂടെ വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അർത്ഥത്തിലൂടെ കടക്കാം കേട്ടോ. ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. നമ്മുടെ കർഷകന്റെ കഥയാണല്ലോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കർഷകൻ എന്താണ്? ഒരു സത്യസന്ധനായ, ഒരു കഠിനാധ്വാനിയായ ഒരു കർഷകനാണ്. അപ്പോൾ കർഷകൻ അത്രയും കാലം അധ്വാനിച്ചിട്ടും കർഷകർക്ക് ആകെ സമ്പാദിക്കാൻ പറ്റിയത് ഒരു ഗോൾഡ് കോയിൻ ആണല്ലേ. അപ്പോൾ ആ ഗോൾഡ് കോയിൻ നമ്മുടെ വീട്ടിൽ വെച്ച് സുരക്ഷിതമാവില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാണ് ആളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, ഇപ്പം ഞാൻ എവിടെയാണ് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളൊരു കാര്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എൻഡ് ആയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കാം, ഇവിടെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. കാരണം എന്താണ്, ഇതിൻ്റെ ഹെഡിങ് തന്നെ എ സേഫ് പ്ലേസ് എന്നാണ്, അത് സുരക്ഷിതമായ സ്ഥലം എന്നാണ്. ചിലപ്പോൾ നമ്മുടെ ഫാർമർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. നമ്മുടെ കർഷകൻ എന്താണ്? നമ്മുടെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോവാൻ കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ കർഷകന്റെ വീട് കിടക്കുന്നത് കൊട്ടാരത്തിന്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ കർഷകൻ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോവാണ്. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. ഹ്യൂജ് എന്ന് പറയുമ്പോൾ വലിയത് കേട്ടോ. വാൾ എന്ന് പറഞ്ഞാൽ ചുമര്. അപ്പൊ എന്താണ്, നമ്മുടെ ആ ഒരു കൊട്ടാരത്തിന് ചുറ്റും വലിയ ചുമരുകളുണ്ട്, അതായത് വലിയ മതിലുകളുണ്ട്. വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മതിലാണ്. വലിയ മതിൽ എന്തുണ്ട് നമ്മുടെ ആ ഒരു കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ. അപ്പോൾ നമ്മുടെ കർഷകൻ എന്താണ്, ആ ഒരു ചുമരിൽ, അതായത് ആ ഒരു ചുമരിൽ എന്താണ്, ഒരു ഇളകിയിരിക്കുന്ന ഒരു ബ്രിക്ക് എന്ന് പറയുമ്പോൾ കല്ലാണ്, ഇഷ്ടിക പോലത്തെ കല്ലാണ്. അപ്പം നമ്മുടെ കർഷകന് ആ ഒരു ചുമരിൽ എന്ത് കാണാണ്? ഒരു ഇളകിക്കിടക്കുന്ന ഒരു കല്ല്, ഒരു കട്ട കാണാണ്, ഒരു ബ്രിക്ക്, ഒരു ഇഷ്ടിക കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കർഷകൻ എന്താണ്, ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ, ഹി സെഡ് ടു ഹിംസെൽഫ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇഷ്ടിക കണ്ട സമയത്ത് നമ്മുടെ കർഷകനോട് തന്നെ പറയാണെന്ത്, ഇതാണ് എൻ്റെ കോയിൻ ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ നല്ല സ്ഥലം. ദിസ് ഈസ് ദ സേഫ് പ്ലേസ്, അതായത് ഇതാണ് നല്ല സുരക്ഷിതമായ സ്ഥലം, എനിക്ക് എൻ്റെ കോയിൻ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി എന്ന് കർഷകനോട് തന്നെ പറയാണ്. ഹി സെഡ് ടു ഹിംസെൽഫ്, അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം പറയാണ്. ദ ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദ കോയിൻ. അപ്പോൾ എന്താണ്, നമ്മുടെ ഫാർമർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കൈയിട്ടുങ്ങാണ്ട് കോയിൻ എടുക്കുകയാണ്. ദ ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദ കോയിൻ. ഹി ടിപ്ടോഡ് ടുവേർഡ്സ് ദ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. എന്നിട്ട് എന്താണ്, നമ്മുടെ കർഷകൻ ചുമരിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹി ടിപ്ടോഡ് ടുവേർഡ്സ് ദ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അതായത് ടിപ്ടോഡ് എന്ന് പറഞ്ഞാൽ വിരൽ കൊണ്ടുപോകാൻ കേട്ടോ, നമ്മുടെ വിരൽ കൊണ്ടുപോകാനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ചുമരിലോട്ട് നീങ്ങി നിന്നിട്ട് ചുമരിലെ കട്ട എടുത്തു എന്നുള്ളതാണ്. ഹി ടിപ്ടോഡ് ടുവേർഡ്സ് ദ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. ആ കട്ട പുറത്തേക്ക് എടുത്തു. ബ്രിക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ബ്രിക്ക് പുറത്തേക്ക് എടുത്തു. കെയർഫുള്ളി, സുരക്ഷിതമായിട്ട്. എന്താണ് കെയർഫുള്ളി എന്ന് പറയുമ്പോൾ? സുരക്ഷിതമായിട്ട്. കെയർ, അതായത് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ അദ്ദേഹം എന്താണ് ആ കട്ട എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗോൾഡ് കോയിന് ആ ഒരു ഗ്യാപ്പിൽ വെക്കുകയാണ്. ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക്. എന്നിട്ട് എന്താണ് ആ ഒരു ഇഷ്ടിക തിരിച്ച് അതേ ഭാഗത്തേക്ക് തന്നെ വെക്കുകയാണ്. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ,
യു ആർ മൈ ലൈഫ്. അതായത് എന്താണ്, നമ്മുടെ കർഷകൻ ആ കോയിനോട് പറയാണ്, കോയിൻ നീ ഇവിടെ ഇരിക്കൂ, ബി സേഫ് ഹിയർ, ഇവിടെ സുരക്ഷിതമായി ഇരിക്കൂ, എൻ്റെ മൈ ഡിയർ കോയിൻ, എൻ്റെ പൊന്നു കോയിനെ, യു ആർ ഇൻ മൈ ലൈഫ്, നീ എന്താണ് എൻ്റെ ജീവനാണ്, കാരണം ഞാൻ ഇത്രയും കാലം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ജീവിതമാണ് നീ, അപ്പം നീ ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കുന്ന നമ്മുടെ ഫാർമർ ആ ഒരു കോയിനോട് പറയാണ്. ഹി വിസ്പേഡ് എന്ന് പറയുമ്പോൾ മന്ത്രിച്ചു, അതായത് സ്വയം മന്ത്രിക്കാണ് എന്ത്, നീ ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കൂ, എൻ്റെ ഇത്രയും കാലത്തെ കഠിനാധ്വാനമാണെന്ത് നീ എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം അദ്ദേഹത്തോട് തന്നെ മന്ത്രിക്കുകയാണ്. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി, അദ്ദേഹം എന്താണ് അതിനുശേഷം തൻ്റെ വീട്ടിലോട്ട് സന്തോഷത്തോടെ മടങ്ങി. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി. അപ്പോൾ ഇത്രയുമാണെന്ത് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു സ്റ്റോറി. അതായത് അദ്ദേഹം എന്താണ്, അദ്ദേഹം കൊട്ടാരത്തിനടുത്തേക്ക് പോവാണ്. കൊട്ടാരത്തിനടുത്തുള്ള ആ ഒരു വലിയ മതിലിൽ ഒരു ഇഷ്ടിക ഇളകി കിടക്കുന്ന കാണാണ്. അതെടുത്തിട്ട് അവിടെ തൻ്റെ ഗോൾഡ് കോയിൻ സുരക്ഷിതമായിട്ട് വെച്ചിട്ട് ആ ഇഷ്ടിക അവിടെ തന്നെ തിരിച്ചു വെച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ അദ്ദേഹം വീട്ടിലോട്ട് മടങ്ങാണ്. അപ്പം നമ്മോട് കഴിഞ്ഞ കഥയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ത്, എവിടെയാണ് ഒളിപ്പിച്ചു വെക്കാൻ സാധ്യത എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടില്ലേ. എന്താണ്, എവിടെയാണ്, നമ്മുടെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ചുമരിലാണ് ആ ഒരു കോയിൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലും ഒരു 4ഓളം ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കർഷകൻ ആ ഒരു കോയിനെ ഈ ഒരു കൊട്ടാരത്തിന്റെ മതിലിൽ ഒളിപ്പിച്ചു വെക്കാൻ കാരണം എന്താവും, നിങ്ങളൊന്ന് പറഞ്ഞില്ല എന്താവും കാരണം. ഞാൻ പറഞ്ഞത് എന്ത്, വീട്ടിൽ സൂക്ഷിച്ച് ചില കള്ളന്മാർ വന്ന് എടുത്താലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ പറയാം കേട്ടോ. വിൽ ദ കോയിൻ ബി സേഫ് ദർ, ആ ഒരു കോയിൻ അവിടെ ശരിക്കും സേഫ് ആയിരിക്കോ, അവിടെ അത് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് നിൽക്കുമോ എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പം എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുമോ? നമ്മുടെ കൊട്ടാരത്തിന്റെ മതിലാണ്, പക്ഷെ എങ്കിലും ആ ഒരു കല്ല് ഇളകിയിരിക്കുകയാണ്. അപ്പം സുരക്ഷിതമായിട്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടോ? വൈ ഡു യു തിങ്ക് സോ, നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അതവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുമോ ഇല്ലയോ? അപ്പോൾ എന്ത് ചെയ്യുക, അതിനുള്ള ഉത്തരം എനിക്ക് നിങ്ങളൊന്ന് കമന്റിൽ തരിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റിൽ പറഞ്ഞു തരീട്ടോ. അപ്പോൾ ബൈ.